ഹലോ ഗൈസ്, ഇത് ഓട്ടോകാഡിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കുറച്ച് കമാൻഡ്സും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് റീസെൻറ്റ് ഡോക്യുമെൻറ്റ് സ്ക്രീൻ, അല്ലെങ്കിൽ റീസെൻറ്റ് ടാബ് സ്ക്രീൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആക്സസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്ത് ചെയ്യാം, നമുക്ക് ന്യൂ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ട് ഡ്രോയിങ് ചെയ്യാം. ഇനി വളരെ ബേസിക്കായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം കുറച്ച് ടെംപ്ലേറ്റ്സ്, അതായത് ഓട്ടോകാഡിൽ ടെംപ്ലേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ടെംപ്ലേറ്റ് ഉണ്ടാവും. ബേസിക്കായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. ACAD നെയിംഡ് പ്ലോട്ട് സ്റ്റൈൽസ്, ACAD.DWT, ACAD ISO, അതുപോലെ തന്നെ ഇഞ്ചസ്, ട്യൂട്ടോറിയൽ ഇഞ്ചസ്, ആർക്കിടെക്റ്റ്, അതുപോലെ തന്നെ നോ ടെംപ്ലേറ്റ്, ഇനി സിവിൽ മെട്രിക്, മെക്കാനിക്കൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്പ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രീസെറ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ലെയേഴ്സ്, നമ്മളിപ്പോൾ ഒരു HVAC ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു 10ഓളം ലെയേഴ്സ് നമുക്ക് ബേസിക്കായിട്ട് ആവശ്യം ഉണ്ടാവും. സപ്ലൈ, റിട്ടേൺ, അതുപോലെ തന്നെ വെൻറ്റിലേഷൻ സപ്ലൈ, വെൻറ്റിലേഷൻ റിട്ടേൺ, അതുപോലെ നമുക്ക് ഡ്രെയിനേജ് ആണെന്നുണ്ടെങ്കിൽ സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ് എല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓരോ ലെയേഴ്സിലാണ് വരയ്ക്കുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു ലെയറിൽ ക്രിയേറ്റ് ചെയ്താണ് ഇത് നമ്മൾ ഓട്ടോകാഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ലെയേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ ടെംപ്ലേറ്റ് രൂപത്തിൽ നമ്മൾ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണ്ട, ക്രിയേറ്റ് ചെയ്യണ്ട. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ടൊരു യൂണിറ്റ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ടെംപ്ലേറ്റിലും ഓരോ യൂണിറ്റ് സെറ്റ് ചെയ്തിടാൻ പറ്റും. സ്കെയിൽ സെറ്റ് ചെയ്തിടാം, സെൻറ്റിമീറ്റർ സ്കെയിൽ. അപ്പോൾ അതുപോലെ പല പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ആ കമ്പനിക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഡ്രോയിങ് ഷീറ്റ് ഫോർമാറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് അതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ സമയവും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് ക്രിയേഷൻ ഒരു ക്ലാസ് ഞാനത് പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ACAD.DWT എന്ന് പറയുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന ടെംപ്ലേറ്റാണ്. ACAD.DWT എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാവും. ACAD.DWT എന്ന് പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഇതിൽ ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ACAD.DWT എന്ന് പറയുന്ന ടെംപ്ലേറ്റിൽ എന്തൊക്കെയാണ് വളരെ ബേസിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ലേഔട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള പ്ലെയിൻ ഡ്രോയിങ് ഷീറ്റ് ഫോർമാറ്റാണ്. ഇത് വേറൊന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ലെയേഴ്സിൻ്റെ കേസ് പറഞ്ഞു. ബേസിക്കായിട്ട് ഒരു ഒറ്റ ലെയർ മാത്രമേ, 0 എന്ന് പറയുന്ന ഒരു ലെയർ മാത്രമേ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും മോഡൽ സ്പേസിലോട്ട് തിരിച്ചു വരികയാണ്. മോഡൽ സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ഫോർമാറ്റ്സ് ആണ്. നമുക്ക് എത്ര ഡ്രോയിങ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പുതിയ ലേഔട്ട്സ് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ ബേസിക്കായിട്ട് കൊടുത്തിരിക്കുന്ന യൂണിറ്റ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. UN ആണ് യൂണിറ്റ്സിൻ്റെ കമാൻഡ്. UN എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു ടെംപ്ലേറ്റിൽ കൊടുത്തേക്കുന്നത് എന്താണ്, ഇഞ്ചസിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രീസെറ്റായിട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മോഡൽ സ്പേസിൻ്റെ കേസ് പറഞ്ഞു. ഇതാണ് എൻ്റെ മോഡൽ സ്പേസ്. ഇനി അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ ഈ ഓട്ടോകാഡിൻ്റെ ഈ ഒരു ലോഗോ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ബട്ടണാണ്. ന്യൂ ഡ്രോയിങ്, ഓപ്പൺ, സേവ് ആസ്, എക്സ്പോർട്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ റീസെൻറ്റ് ഡോക്യുമെൻറ്റ്സും ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിബൺ ടാബാണ്. ഏറ്റവും ടോപ്പിൽ വരുന്ന ഹോം, ഇൻസെർട്ട്, അന്നോട്ടേറ്റ്, പാരാമെട്രിക്, ഇതൊക്കെ നമ്മൾ റിബൺ ടാബ്സ് ആണ്. ഓക്കെ, ഈ ഓരോ റിബൺ ടാബിനകത്തും ഓരോ പാനൽസ് ഉണ്ടാവും. ഓരോന്നല്ല, പാനൽസായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ഡ്രോയിങ് പാനൽ, മോഡിഫൈ പാനൽ, അന്നോട്ടേഷൻ പാനൽ, അങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഇനി ഓരോ പാനൽസിനകത്ത് എന്തുണ്ട്, നമ്മളെ ടൂൾസ് ലിസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഡ്രോയിങ് ടൂൾസാണ്, ഇത് മോഡിഫൈ ടൂൾസാണ്, അന്നോട്ടേഷൻ ടൂൾസാണ്, അങ്ങനെ ടൂൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കിട്ടുന്നില്ല, ഇപ്പോൾ ഡ്രോയിങ് ടൂൾസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് റിബൺ ടാബിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ പാനൽ, നമുക്ക് പാനലാണ് വേണ്ടത്. ഡ്രോയിങ് പാനൽ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം, എങ്കിലേ നമുക്ക് ഡ്രോയിങ് പാനൽ അവിടെ കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഡ്രോയിങ് പാനൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിബൺ ടാബിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ പാനൽസ്,
എന്നിട്ട് ഡ്രോയിങ് ടൂൾസ് ഡ്രോയിങ് പാനൽ ഓപ്പൺ ചെയ്ത് ഇട്ട് കൊടുക്കുക, ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കേസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസാണ് നമ്മളെ കമാൻഡ് ലൈൻ. കമാൻഡ് ലൈനിലില്ലാതെ നമ്മൾ വരയ്ക്കുന്നത് വളരെ കുറവാണ്. കമാൻഡ് ലൈൻ മസ്റ്റാണ്. അപ്പോൾ കമാൻഡ് ലൈൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോയി എന്നുണ്ടെങ്കിൽ എന്താണ്, Ctrl+9 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. Ctrl+9 കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് ലൈൻ വീണ്ടും ഓപ്പണായി വരും. ഈ Ctrl+9 നിങ്ങൾ മറന്നുപോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂവിൽ പോവാം. ഓക്കെ, റിബൺ ടാബിൽ വ്യൂവിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമാൻഡ് ലൈന് നമുക്ക് ഓണും ഓഫും ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ വീണ്ടും ഹോമിൽ വരികയാണ്. ഇനി ഏറ്റവും താഴെ കിടക്കുന്ന ഈ ഒരു ബാറാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് മൊത്തം കാണിക്കും. ഇപ്പോൾ നമ്മൾ മോഡൽ സ്പേസിലാണ് കിടക്കുന്നത്, ലേഔട്ട് അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മോഡൽ സ്പേസിലാണ് കിടക്കുന്നതെന്ന് കാണിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രിഡ് മോഡ്, ഇപ്പോൾ ഗ്രിഡ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിൻ്റെ പോലെ ഒരു ഗ്രിഡ് മോഡ് അവിടെ ഉണ്ട്. അത് ജസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. ഇനി സ്നാപ്പ് മോഡ്, അതുപോലെ തന്നെ ഡൈനാമിക് മോഡ്, ഓർത്തോ മോഡ്, നമ്മുടെ പോളാർ ട്രാക്കിങ്, ഇതെല്ലാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചേക്കും. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ നമുക്ക് ഡ്രോയിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൂൾസ് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി കസ്റ്റമൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും കിട്ടുന്നില്ല, ഇപ്പോൾ ഗ്രിഡ് മോഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രിഡ് ഓഫ് ആയിരുന്നിരിക്കും. ഓക്കെ, ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഇവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കസ്റ്റമൈസേഷനിൽ പോവുക, റൈറ്റ് കോർണറിൽ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ക്യൂബാണ്. വ്യൂ ക്യൂബ് സാധാരണ 3Dയിലാണ് ആവശ്യം വരുന്നത്. നമുക്ക് 2D വരയ്ക്കുമ്പോൾ വ്യൂ ക്യൂബിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി ഇത് നമ്മൾ നാവിഗേഷൻസ് ബട്ടണാണ്. നാവിഗേഷൻ നമുക്ക് ഈ നാവിഗേഷൻസ് മെനു വെച്ചും ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൗസ് യൂസ് ചെയ്ത് ചെയ്യാം. മൗസ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ സെൻറ്റർ ബട്ടൺ, സ്ക്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രോൾ ബട്ടൺ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സെലക്ഷൻസ് രണ്ട് രീതിയിലുണ്ട്. ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക, റിലീസ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള സെലക്ഷൻ ബോക്സ് കൊണ്ടുവരിക, വീണ്ടും ഒരു ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ളത് സെലക്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് വേർഡ് സെലക്ഷൻ ഉണ്ട്, സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിറ്റ് അല്ല, സ്കെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഓട്ടോക്യാഡിൽ യൂസ് ചെയ്യുന്ന, ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് സ്പേസ് ആണ്. നമുക്ക് എത്ര വലിയ ഡ്രോയിങ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ 1:1 തന്നെയാണ്. അപ്പോൾ ഓട്ടോക്യാഡ് എന്ന് മാത്രമല്ല, ഏതൊരു ക്യാഡ് സോഫ്റ്റ്വെയർ ആയാലും വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 1:1 തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രിൻ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കെയിൽ ഡൗൺ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഡ്രോയിങ് 1:1 വരയ്ക്കുന്നതായിരിക്കും നല്ലത്. കോമൺ ആയിട്ട് 1:1 തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ 1:1 സെലക്ട് ചെയ്തു. ഇനി ബേസിക്കായിട്ട് ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, അതാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. UN ആണ് കമാൻഡ് എന്ന് പറയുന്നത്. UN എൻ്റർ കൊടുക്കുക. അപ്പോൾ UN എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് യൂണിറ്റ്സിൻ്റെ ടൈപ്പ്, ഓക്കെ, ഡെസിമൽ ടൈപ്പാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആർക്കിടെക്ചറിൽ വേണമെങ്കിൽ ആർക്കിടെക്ചറിൽ, എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എഞ്ചിനീയറിംഗും സെലക്ട് ചെയ്യാം. ഫ്രാക്ഷണൽ ഫോമിൽ നിങ്ങൾക്ക് പ്രിസിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷണലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡെസിമൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെസിമൽ ഫോമിലാണ്, കാരണം ഇപ്പോൾ 5.1 അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രാക്ഷണൽ ഫോമിലാണ് പറയുന്നത് 0, 1 and 1/16 ഇഞ്ച് അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷണൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കോമൺ ആയിട്ട് ആർക്കിടെക്ചറുകളാണ് നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ യൂസ് ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് ഡെസിമൽ ഫോമിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രിസിഷൻ സെലക്ട് ചെയ്തു, എനിക്ക് ആവശ്യമുള്ള പ്രിസിഷൻ ഞാൻ സെലക്ട് ചെയ്തു. 0.0 ഞാൻ സെലക്ട് ചെയ്തു. യൂണിറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, MM-ലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ആംഗിൾ ടൈപ്പ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഏതാണ്, റേഡിയൻസിൽ പറയാറുണ്ട്, ഡെസിമൽ ഡിഗ്രീസിലും പറയാറുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെസിമൽ ഡിഗ്രീസ് ആണ്. അതുകൊണ്ട് ഞാൻ ഡെസിമൽ ഡിഗ്രീസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇത്രയാണ് യൂണിറ്റ് സെറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്റ് ഞാൻ സെറ്റ് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. UN ആണ് കമാൻഡ്, ജസ്റ്റ് എൻ്റർ. അപ്പോൾ MM-ലാണ് ഞാൻ പ്രിസിഷൻ സെറ്റ് ചെയ്തു 0.0, ഡെസിമൽ ടൈപ്പ് തന്നെയാണ്, ഡെസിമൽ ഡിഗ്രീസ്. ജസ്റ്റ് ഓക്കെ. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം ലിമിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIM ആണ് കമാൻഡ് എന്ന് പറയുന്നത്. LIM എൻ്റർ കൊടുക്കുക.
അപ്പോൾ ലിമിറ്റ് എന്താണെന്നുള്ള ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 സെൻറ്റ് പ്ലോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനകത്തൊരു വീട് വയ്ക്കണം. അപ്പോൾ 5 സെൻറ്റ് പ്ലോട്ടാണ് എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തല്ലേ നമുക്ക് ഒരു ഹൗസ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോക്യാഡിനും എന്ത് ചെയ്യണം, ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഒരു പേപ്പർ എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ പേപ്പറിനകത്താണ് എൻ്റെ ഡ്രോയിങ് ചെയ്യേണ്ടത്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചോദിച്ചേക്കുന്നത് ആദ്യം എന്താണ് ചോദിച്ചേക്കുന്നത്, എല്ലാം നിങ്ങൾ കമാൻഡ് ലൈൻ ഒരു ടൂള് കമാൻഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് ലൈൻ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ കമാൻഡ് ലൈൻ മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. കുറച്ച് എക്സ്പീരിയൻസ്ഡ് വരുമ്പോൾ ഈ കമാൻഡ് ലൈൻ നോക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിമിറ്റിൻ്റെയൊക്കെ കമാൻഡ്സ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം. കമാൻഡ്സ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ നമുക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണർ ഞാൻ 0 തന്നെയാണ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ട് കിടക്കുന്ന 0,0 തന്നെയാണ്. അവിടെ ജസ്റ്റ് എൻ്റർ കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 00 ടൈപ്പ് ചെയ്യാം, 0. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 വന്നു. ഇനി കോമ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ടാബ് കൊടുക്കാം. ഓക്കെ, കോമ കൊടുത്താലും ടാബ് കൊടുത്താലും എന്ത് ചെയ്യും, എക്സും വൈയും തമ്മിൽ ഷിഫ്റ്റ് ആവും. 0,0 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്, സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. അപ്പർ റൈറ്റ് കോർണർ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 1000 ടാബ് അല്ലാന്നുണ്ടെങ്കിൽ കോമ 600 കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ. അപ്പോൾ 1 മീറ്റർ ബൈ 600 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പേപ്പറാണ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിളാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി ആ ഒരു പേപ്പർ സൈസ്, ആ ഒരു പേപ്പർ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഈ ഒരു വ്യൂ സ്പേസിൽ കൊണ്ടുവരണം. ഓക്കെ, ഇതിലെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ 00 എവിടെയാണെന്ന് അറിയാം, 1600 എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം, എനിക്ക് ഫിറ്റ് ടു സ്ക്രീൻ കൊടുക്കണം. ഓക്കെ, അതാണ് ബേസിക്കായിട്ട് പറയുന്ന പേരെന്ന് പറയുന്നത്. ഓക്കെ, സൂം ഓൾ എന്ന് പറയും. അപ്പോൾ സൂം ഓൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, സൂമിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഇസഡ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് താഴെ കാണിക്കും കുറച്ച് ഓപ്ഷൻസ്, ഓൾ, സെൻറ്റർ, ഡൈനാമിക് എക്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓൾ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ലിമിറ്റ് എൻ്റെ മോഡൽ സ്പേസിനകത്ത് സെറ്റായി. അപ്പോൾ ഇതിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് യൂസ് ചെയ്യേണ്ട 3 കമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡ്രോയിങ് ടൂൾസിലോട്ട് കിടക്കാം. ഓക്കെ, ഡ്രോയിങ് ടൂൾസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്ന ലൈനാണ്. ഓർഡറിൽ തന്നെ നമുക്ക് ഒരു നോക്കി പോവാം. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്ന ലൈനാണ്. എല്ലാണ് കമാൻഡ് എന്ന് പറയുന്നത്. എൽ എൻ്റർ കൊടുക്കുക. ഒരു ലൈനിന് നമുക്കറിയാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് 2 എൻഡ് പോയിൻ്റാണ്. ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുക, സെക്കൻഡ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും സ്പെസിഫൈ ചെയ്യുക. ഒരു കമാൻഡിൽ നിന്ന് ലീവ് ആവാനായിട്ട് ജസ്റ്റ് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഒരു കമാൻഡ് തന്നെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പ് എടുത്ത ലൈൻ കമാൻഡ് വീണ്ടും ആക്റ്റീവായി. അപ്പോൾ സ്പെസിഫൈ ഫസ്റ്റ് പോയിൻറ്റ്, സ്പെസിഫൈ സെക്കൻഡ് പോയിൻറ്റ്. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ്, വീണ്ടും സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. എനിക്ക് 300 mm സ്പെസിഫിക് ആയിട്ട് പക്ക ലെങ്തുള്ള 300 mm ലെങ്തുള്ള ഒരു ലൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോയിൻറ്റ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം 300 എന്നുള്ള ലെങ്ത് ഞാൻ സ്പെസിഫൈ ചെയ്ത് എൻ്റർ കൊടുത്തു. അങ്ങനെ എസ്കേപ്പ് കൊടുത്തപ്പോൾ എന്താണ്, ഈ ഒരു ലൈന് 300 mm ഒരു ലൈനാണ് ഇവിടെ വന്നത്. ഇനി അതുപോലെ തന്നെ ലൈൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൽ എൻ്റർ. ഇനി ഒരു സ്പെസിഫൈ ഫസ്റ്റ് പോയിൻറ്റ് കണ്ടോ, ആംഗിൾ ഇപ്പോൾ കാണിക്കുന്ന 30 degrees ആണ്. ഓക്കെ, 30 degrees. എനിക്കൊരു പെർട്ടിക്കുലർ ആംഗിൾ, അതായത് എനിക്കൊരു 45 degree ആംഗിളിൽ എനിക്ക് എന്ത് ചെയ്യണം, ആ ലൈന് വരയ്ക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലെങ്തും ആംഗിളും തമ്മിലുള്ള ആ ഒരു പാരാമീറ്റേഴ്സ് ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ആംഗിളിൽ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, 45 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ലൈൻ എന്താവും, 45 ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ചില കണ്ടീഷൻസിൽ നമുക്ക് വേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ മൗസ് പോയിൻ്റർ ഇങ്ങനെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ ആക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതി ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് 2 മോഡ്സ് ഇവിടെ ഉണ്ട്. ഒന്ന് ഓർത്തോ മോഡും ഒന്ന് പോളാർ ട്രാക്കിങ്. അപ്പോൾ പോളാർ ട്രാക്കിങ് എപ്പോഴും ഓൺ ചെയ്തിട്ട് വരയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോളാർ ട്രാക്കിങ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പോൾസ് ട്രാക്ക് ചെയ്യും. അതായത് 90 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, അതുപോലെ തന്നെ 270 ഡിഗ്രി അതിലൊക്കെ ട്രാക്കിംഗ് ഉണ്ടാകും. ഒരു ഗ്രീൻ ഡോട്ടഡ് ലൈന് നിങ്ങൾക്ക് ട്രാക്കിംഗ് തരും. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസും വരയ്ക്കാം, ഇനി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾസിലും വരയ്ക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഷോർട്ട് കട്ട് F10 ആണ്. നമ്മുടെ ഫംഗ്ഷൻ കീ 10 ആണ്.
ഇനി അതുപോലെ തന്നെ നമുക്ക് സെയിം കണ്ടീഷൻ നമുക്ക് ഓർത്തോ മോഡുണ്ട്. ഓർത്തോ മോഡിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F8 ആണ്, ഫംഗ്ഷൻ കീ 8 ആണ്. അപ്പോൾ ഞാൻ ഓർത്തോ മോഡ് ഇപ്പോൾ ഓൺ ചെയ്യുകയാണ്. ഓർത്തോ മോഡ് ഓൺ ചെയ്ത് ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻസ് 90യുടെ മൾട്ടിപ്പിൾസിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓർത്തോ മോഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് 90 ഡിഗ്രീസിൽ ട്രാക്കിങ്ങും ഉണ്ടാവും, നമുക്ക് ബാക്കിയുള്ള ആംഗിൾസിൽ നമുക്ക് വരയ്ക്കാനും പറ്റും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 90 ഡിഗ്രി, 0 ഡിഗ്രി, ആ ഒരു 90 ഡിഗ്രിയുടെ മൾട്ടിപ്പിളിന് മാത്രമേ ലൈൻസ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ആംഗിൾ കൊടുക്കാം, എങ്കിലും കൺസ്ട്രെയിൻ ആയിരിക്കുന്ന 90 ഡിഗ്രീസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ലൈനിൽ വരുന്ന കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പോളിലൈനാണ്. പോളിലൈൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് PL ആണ്. പോളിലൈൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് PL എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് കമാൻഡ് ലൈനിൽ പറയുന്നത്? സ്പെസിഫൈ സ്റ്റാർട്ട് പോയിന്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തു. സെയിം ലൈനിൻ്റെ കമാൻഡ് തന്നെയാണ് പോളിലൈൻ എന്ന് പറയുന്നത്. പോളിലൈനിൽ ഒരു കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കോംപ്ലക്സ് ഫിഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനൊരു പിൽ ഷേപ്പ്, നമ്മൾ ടാബ്ലറ്റ് പില്ലുണ്ടല്ലോ, പിൽ ഷേപ്പ് ജസ്റ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടൊരു 315 ലെങ്ത് എടുത്തു. എനിക്ക് പിൽ ഷേപ്പിനോട് ഒരു ആർക്കാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? ആർക്ക്, കണ്ടോ, ആർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇനി അതിൻ്റെ ഒരു ഡയമീറ്റർ എനിക്കൊരു 150 വേണം, എൻ്റർ. ഇനി എന്ത് ചെയ്യണം? എനിക്ക് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ആർക്കാണ് വീണ്ടും വന്നേക്കുന്നത്, വീണ്ടും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി ആ ലെങ്ത്, ആ കറക്റ്റ് ലെങ്ത് ഞാനിവിടെ 315.1 കൊടുത്തു. ഇനി വീണ്ടും ആർക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിൽ ഷേപ്പൊക്കെ വരയ്ക്കാനായിട്ട്, കോംപ്ലക്സ് ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട്, അപ്പോൾ ഒറ്റ കമാൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള കോംപ്ലക്സ് ഫിഗേഴ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് പോളിലൈൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിലൈൻ കമാൻഡ് യൂസ് ചെയ്ത് വരച്ച ഒരു ഫിഗർ ഒരു ക്ലോസ്ഡ് ഫിഗർ എന്നല്ല, ഒരു ഒറ്റ ഫിഗറായിട്ടിരിക്കും. ഓക്കെ, സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റ്സ് ആയിട്ടല്ല സെലക്ട് ആകുന്നത്, അതൊരു ഒറ്റ ഫിഗറായിട്ടാണ് സെലക്ട് ആകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈൻ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു ലൈൻ കമാൻഡ് യൂസ് ചെയ്താണ് ഞാനിത് വരയ്ക്കുന്നത്. ഓക്കെ, ഇതേ കമാൻഡ്, ഇതേ ഒരു ഡ്രോയിങ് ഞാൻ പോളിലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. പോളിലൈൻ യൂസ് ചെയ്ത് ഞാൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് രണ്ടും സെലക്ട് ചെയ്ത് നോക്കിയേ, ലൈൻസ് വെച്ച് വരച്ചത് ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ടും, പോളിലൈൻ വെച്ച് വരച്ചത് എന്താണ്, ഒരൊറ്റ ഫിഗർ, ക്ലോസ്ഡ് ഫിഗർ ആയിട്ടും നമുക്ക് കിട്ടും. അതാണ് പോളിലൈൻ്റെ നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോളിലൈൻ കൊണ്ട് നമുക്ക് കോംപ്ലക്സ് ഫിഗേഴ്സ് വരയ്ക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു കേസ് കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ആരോ ഹെഡ് വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളിലൈൻ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പോളിലൈൻ കമാൻഡ് PL ആണ്. PL എൻ്റർ കൊടുത്തു. ഒരു ആരോ വരയ്ക്കാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആരോയ്ക്ക് ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ കാണുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനൊരു ലെങ്ത് 200 കൊടുക്കാം. ഓക്കെ, 200 എൻ്റർ കൊടുത്തു. ഇനി ഞാൻ ഓർത്തോ മോഡ് ഓഫ് ചെയ്യാണ്. ഓക്കെ, 200 കൊടുത്തു. ഇനി അടുത്ത് വേണ്ടത് ഇവിടെ ഒരു ആരോ ഹെഡാണ്. ഓക്കെ, ആരോ ഹെഡിൻ്റെ വിഡ്ത്ത് കൂടുതലാണ്. ഓക്കെ, വിഡ്ത്ത് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിഡ്ത്ത് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ വിഡ്ത്ത് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വിഡ്ത്ത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. ഇനി സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് ഞാനൊരു 50 കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിളാണ് ഇപ്പോൾ 50 കൊടുക്കുന്നത്. 50 എൻ്റർ. ഓക്കെ, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ സ്പെസിഫൈ എൻഡിങ് വിഡ്ത്ത് ചോദിക്കും. എൻഡിങ് വിഡ്ത്ത് 0 ഞാൻ കൊടുക്കുകയാണ്. 0 എൻ്റർ. കണ്ടോ? അപ്പോൾ ആ ഒരു ആരോ ഹെഡ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് എന്ന് പറയുന്നത് 50, എൻഡിങ് വിഡ്ത്ത് ഇപ്പോൾ പോയിൻറ്റഡ് ആയിട്ട് ടിപ്പ് വരണമെന്നുണ്ടെങ്കിൽ എൻഡിങ് വിഡ്ത്ത് എന്ത് ചെയ്യണം? 0 കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് ആയിട്ടുള്ള 50 എന്ന് പറയുന്നത്. ഇത് എൻ്റെ എൻഡിങ് വിഡ്ത്ത് ആയിട്ടുള്ള 0 കൊടുത്തു കഴിഞ്ഞാലേ പോയിൻറ്റഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കോംപ്ലക്സ് ഫിഗേഴ്സ് നമുക്ക് ഇതേപോലെ വരയ്ക്കാനായിട്ട് പോളിലൈൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിൻ്റെ കമാൻഡ് C തന്നെയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ തന്നെയാണ് കമാൻഡ് എന്ന് പറയുന്നത്. C എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രെയിൻസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൻറ്റർ പോയിൻ്റ് വേണം, നമുക്ക് അതിൻ്റെ റേഡിയസ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഡയമീറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ആരോ ഹെഡിൻ്റെ ഈ ഒരു പോയിൻ്റ് തന്നെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ റേഡിയസ് അറിയാമെങ്കിൽ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റേഡിയസ് നിങ്ങൾക്ക് 100 ആണ് കിട്ടുന്നതെങ്കിൽ 100 എൻ്റർ. ഓക്കെ, ഇനി ഡയമീറ്റർ ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതെങ്കിൽ
സർക്കിൾ എടുക്കുക. ഞാൻ ഇവിടെ തന്നെ സെൻറ്റർ പോയിന്റ് മെൻഷൻ ചെയ്യുകയാണ്. ഡയമീറ്റർ ആണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. ഓക്കെ, ഡയമീറ്റർ നിങ്ങൾക്ക് ഒരു 80 എന്നറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡയമീറ്റർ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഡയമീറ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക. 80 എൻ്റർ. കണ്ടോ, ഇത് റേഡിയസ് 100 ആണ്, അപ്പോൾ ഡയമീറ്റർ 200 ആണ്. ഇത് ഡയമീറ്റർ 80 ആണ്. ഓക്കെ, അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വളരെ ബേസിക്കായിട്ട് നെക്സ്റ്റ് വരുന്ന കമാൻഡ് ആർക്കിൻ്റെ കമാൻഡാണ്. ഓക്കെ, അപ്പോൾ ആർക്സിന് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു 2 ടൈപ്പ് ഞാൻ പറയാം, ബാക്കി ടൈപ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് 3 പോയിൻ്റ് ആർക്ക്. ഓക്കെ, അപ്പോൾ 3 പോയിൻ്റ് ആർക്ക് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, അതാണ് ബാക്കി നിങ്ങളുടെ അടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറയുന്നത്. പേര് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. 3 പോയിൻ്റ് ആർക്ക് 3 പോയിൻ്റ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 3 പോയിൻ്റ് ആർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, 3 പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുക. ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡ്. ഓക്കെ, സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡ്. അപ്പോൾ ഞാനൊരു സ്റ്റാർട്ട് പോയിൻ്റ് കൊടുത്തു, ഒരു സെൻറ്റർ പോയിൻ്റ് കൊടുത്തു. ഇനി എൻഡ് പോയിൻ്റ് എനിക്ക് സ്പെസിഫൈ ചെയ്യാം ഏതുവരെ വേണം എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരെണ്ണം നോക്കാം. സ്റ്റാർട്ട്. ഓക്കെ, ഇത് നോക്കാം. സ്റ്റാർട്ട്, എൻഡ്, ഡയറക്ഷൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ട്, എൻഡ്, പിന്നെ ഡയറക്ഷൻ മുകളിലോട്ടാണോ താഴോട്ടാണോ അത് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കി ടൈപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആ നെയിമിൽ തന്നെ പറയുന്നതുകൊണ്ടാണ്, വളരെ ബേസിക്കായിട്ട് അത് നെയിം ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഈ ഒരു കേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ കമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നേരത്തെ ലൈൻ വെച്ച് റെക്റ്റാങ്കിൾ വരച്ചു, പോളിലൈൻ യൂസ് ചെയ്ത് റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ REC ആണ് കമാൻഡ് എന്ന് പറയുന്നത്. REC. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ കമാൻഡ് REC. എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിന് കൺസ്ട്രെയിൻസ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനൊരു ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. ഇനി എനിക്ക് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അറിയാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ലെങ്ത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ 300/200 ഒരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നതെങ്കിൽ 300 ടാബ് 200 എൻ്റർ. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈസ് അറിയാമെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇനി റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് തന്നെയാണ് സ്ക്വയർ വരയ്ക്കുന്നത്. REC എൻ്റർ. ഒരു ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. ഒരു 200ൻ്റെ സ്ക്വയറാണ് എനിക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, 200 ടാബ് 200 എൻ്റർ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് സ്ക്വയേഴ്സ് വരയ്ക്കുന്നത്. അപ്പോൾ അല്ലാതെ സ്ക്വയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിപ്സാണ്. എലിപ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, എങ്കിലും അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. എലിപ്സിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് EL ആണ്. എലിപ്സിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിൽ എലിപ്സിന് എന്താണ്, നമുക്ക് ആക്സിസിൻ്റെ എൻഡ് പോയിൻ്റ്, അതായത് നമുക്ക് ഒരു മേജർ ആക്സിസ് ഉണ്ടാവും, ഒരു മൈനർ ആക്സിസ് ഉണ്ടാവും എലിപ്സിന്. ഓക്കെ, അപ്പോൾ ആക്സിസിൻ്റെ എൻഡ് പോയിൻ്റാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആക്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 500 ആണ് ആക്സിസ് എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് പോയിൻ്റ് സ്പെസിഫൈ ചെയ്തതിന് ശേഷം ഞാനൊരു 500 ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 500 എൻ്റർ. അപ്പോൾ ഒരു 500ൽ ഒരു ആക്സിസ് ഫോമായി. ഇനി അതിൻ്റെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 200 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ഉണ്ടാവും. ആ യെല്ലോ ലൈൻ ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹാഫിലാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 100 ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ മേജർ ആക്സിസും മൈനർ ആക്സിസും ആയി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എലിപ്സ് വരയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാച്ചിൻ്റെ ഓപ്ഷനാണ്. ഹാച്ചിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് HA ആണ്. ഹാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, HA എൻ്റർ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ പോയിൻ്റ് പിക്ക് ചെയ്യാനായിരിക്കും പറയുന്നത്. ഓക്കെ, ഒരു ക്ലോസ്ഡ് ഫിഗറിൽ മാത്രമേ ഹാച്ച് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സ്റ്റേണലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ക്ലോസ്ഡ് ബൗണ്ടറി കുഡ് നോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോർണർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്ലോസ്ഡ് ഫിഗറിൽ മാത്രമേ ഹാച്ച് വരത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എറർ മെസ്സേജ് കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഫിഗർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതൊക്കെ ക്ലോസ്ഡ് ഫിഗറാണ്, ഞാൻ വരച്ചേക്കുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് സെലക്ട് ചെയ്യാണ്, എലിപ്സ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പാറ്റേൺ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുക. ബ്രിക്കിൻ്റെ പാറ്റേൺ ഉണ്ട്, പല പാറ്റേൺസ് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത് സ്കെയിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യത്തെ പാറ്റേൺ എടുത്തിട്ട് ANSI 31 എന്ന് പറയുന്ന ഈ ഒരു ഇതെടുത്തിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഹാച്ച് എന്ന് പറയുന്നത്.
അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ സ്കെയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 കൊടുത്തു, 20 പോരാ 100. ഓക്കെ, അപ്പോൾ 100 കൊടുത്തപ്പോൾ എന്തായി, ഇവിടെ ഹാച്ച് പാറ്റേൺ സ്കെയിലാണത്. ഹാച്ച് പാറ്റേൺ സ്കെയിൽ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വിസിബിളായി. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് പാറ്റേൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പല പാറ്റേൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇൻറ്റേർണൽ പോയിൻ്റ് പിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഹാച്ച് എന്ന് പറയുന്ന അതിന് സെപ്പറേറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം. സെപ്പറേറ്റ് കളർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കളറും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ ഡ്രോയിങ് ടൂൾസിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ.